നമസ്കാരം, ലിറ്റിൽ കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പാചകത്തിലെ പുത്തൻ പരീക്ഷണ നിരീക്ഷണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാനും മനസ്സിലാക്കി തരാനുമായിട്ട് 4 ലിറ്റിൽ ഷെഫുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സ്വാഗതം. എൻ്റെ പേര് ആർദ്ര. ഞാൻ MT സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്നു. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മ എല്ലാവരും ഉണ്ട്. എന്റെ ഈശ്വര, എന്തിനാ ഇവിടെ വന്നേക്കുന്നേ? അത് പരിപാടിക്ക്. ഏത് പരിപാടിയിലേക്ക്? ഫാഷൻ ഷോയോ? അല്ല, പിന്നെ ഈ ലിറ്റിൽ കിച്ചൺ എന്ത് പ്രോഗ്രാം ആണെന്ന് മോൾക്ക് അറിയാമോ? അറിയാം. എന്താ ഇവിടെ നടക്കാൻ പോണേ? അത് പാചകം. അപ്പൊ എന്തായാലും നിങ്ങളെ പോലെ എനിക്കും കൗതുകമുണ്ട്. അതേപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല ഹൈറ്റിലും വെയിറ്റിലും. ഞാൻ ദേവേഷ്. മുഴുവൻ പേര് ദേവേഷ് റോസ്വൻ CV. എൻ്റെ സ്ഥലം തൃശ്ശൂർ നെല്ലായിരാണ്. വീട്ടുപേര് ചോലക്കരവന വൃന്ദാവനം. വീട്ടിലെ അച്ഛനും ഒരു സഹോദരിയും 2 സഹോദരന്മാരും എനിക്കുണ്ട്. ഞാനാണ് ഇളയ കുട്ടി. വീട്ടിനടുത്ത് നന്ദിക്കരയിൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ 1ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്നു. കുക്കിംഗ് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അത് മാത്രമല്ല കേട്ടോ, ഉണ്ടാക്കിയ സാധനങ്ങൾ എനിക്ക് കഴിക്കാനും വലിയ ഇഷ്ടമാണേ. ഇവിടെ വേറെ 2 പേരും കൂടി ഉണ്ട്, നമുക്ക് അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഹലോ, ഇത് എൻ്റെ ചേച്ചി. പേര് നമിത രമേശ്. 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ശാന്തിനികേതൻ സ്കൂൾ. ഇത് എൻ്റെ അനിയത്തി. പേര് നമ്രത രമേശ്. 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ശാന്തിനികേതൻ സ്കൂളാണ്. ഇതെല്ലാം പാചകം അറിയാമോ? അറിയാം. എന്താ ചെയ്യാൻ അറിയുന്നത്? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. 2 ആൾ ഒരുമിച്ചാണോ ഇതൊക്കെ പഠിച്ചിട്ടുള്ളത്? അപ്പൊ നമുക്ക് പതിവ് പോലെ ഇവരെയും ടീം എയും ബിയും ആയിട്ട് തിരിക്കണം. ഇതാ, ഒരു ചേച്ചി അങ്ങോട്ട് പോയേ, ഒരു ചേച്ചി ഇങ്ങോട്ട് വരിക. ആ, നിങ്ങള് ടീം എ, നിങ്ങള് ടീം ബി. അപ്പൊ നമുക്ക് നേരെ ലിറ്റിൽ കിച്ചണിലേക്ക് പോയാലോ? പോവാം. കം ഓൺ. നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ലിറ്റിൽ കിച്ചന്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ ഇന്ന് എന്താണ് നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്? എന്ത്? ഓട്സ് പുഡിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈശ്വര, വായിക്കൊള്ളാത്ത ഈ പേരിന്റെ ഡിഷൊക്കെ നിങ്ങൾ എങ്ങനെ പഠിച്ചോ എന്തോ. അപ്പൊ നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന ഓട്സ് പുഡിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വേറൊരു അങ്കിളും കൂടി വരാനുണ്ട്. ആ അങ്കിളാണ് ഹോട്ടൽ ഉദയസമുദ്രയുടെ എക്സിക്യൂട്ടീവ് ഷെഫ് ആയ റെനോൾഡ്സ്. അപ്പൊ നമുക്ക് അങ്കിളിനെ ഇങ്ങോട്ട് വിളിക്കാം. ക്ലാപ്പ് ചെയ്തോളൂ. അപ്പൊ സർ, ഇന്നത്തെ നമ്മുടെ ഷെഫുമാരുടെ ഇവരൊക്കെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ വർക്കിംഗ് ഡ്രസ്സ് നമുക്ക് അങ്ങ് കൊടുക്കാം അല്ലേ? അപ്പൊ നമുക്ക് ഇവർക്ക് സർ അവിടെ കൊടുത്തോളൂ, ഞാൻ ഇവിടെ കൊടുക്കാം. അയ്യോ, കണ്ടോ എല്ലാത്തിന്റെ മുഖത്ത് സന്തോഷം ചിരിയൊക്കെ ഒന്ന് നോക്കിക്കേ. ഇപ്പൊ തന്നെ അവരെന്തോ വലിയ ഷെഫ് ആയതുപോലെയാണ് നിൽക്കുന്നത് അല്ലേ? ഈ അങ്കിളിന്റെ ഹോട്ടലിലേക്ക് വിളിച്ചാ പോവോ? കുക്കിന്റെ പോസ്റ്റ് ഉണ്ട്. ഷെഫായിട്ട് പോവോ നിങ്ങള്? പോവോ? ആർദ്ര പോവോ? എൻ്റെ അമ്മേന്റെ സ്കൂളിലത്തെ ടീച്ചർ എന്നെ ചീത്ത പറഞ്ഞു കൊല്ലും. എന്റെ അമ്മ. മോന്റെ ടീച്ചർ വഴക്ക് പറയോ അങ്ങനെ പോയാല്? അത് എന്റെ ടീച്ചർ എന്നൊന്നും വഴക്ക് പറയില്ല. അപ്പൊ നമുക്ക് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കേൾക്കണ്ടേ? നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ഫുഡിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ടൈമിംഗ് എന്ന് പറയുന്നത് 10 മിനിറ്റ് ആണ്. അപ്പൊ റെഡി അല്ലേ? തുടങ്ങാം നമുക്ക്. അപ്പൊ your time starts now. വളരെ ഫാസ്റ്റ് ആയിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത്. പഴമൊക്കെ അരിഞ്ഞിട്ടു. ഇന്നൊന്നും ചെയ്യുന്നില്ലേ? ഇളക്കി കൊടുക്ക്, കഞ്ഞി കുടിക്കും. ആ, അവൾ കേൾക്കാൻ കൊടുക്ക്. അവൾ ഉൾപ്പെടെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുക്കായ വെന്തോ? വെന്തു. അപ്പൊ ഇനി എന്താ ചെയ്യാൻ പോണേ? ഓഫ് ചെയ്യണ്ട, ഓഫ് ചെയ്യാറായില്ല. കുക്കായില്ലത് ഇല്ല. കുക്കായോ? വെന്തില്ലടാ. അത് ഇതാവട്ടെ.
ഇതൊക്കെ എന്തൊരു കലാപരിപാടി, ആർട്ട് വർക്ക് ഒക്കെ കണ്ടു നോക്കിക്കേ. ആ കയ്യിലോട്ടൊക്കെ ഒന്ന് നോക്കിക്കേ. മൈലാഞ്ചി ഒന്ന് കാണിച്ചേ. എന്റെ അമ്മോ, എനിക്ക് കാണിച്ചേ. എന്റെ ഈശ്വര. ആ കണ്ടോ? കുക്കായോ ഇങ്ങോട്ടാണോ ചോദിക്കുന്നത്? സ്വന്തമായിട്ട് ചെയ്യാ കുക്കായോ എന്നൊക്കെ. റെഡിയായില്ലേ? കഴിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തോ അത് വട്ടാക്കുന്നത് പറഞ്ഞതാ. അത് വട്ടാക്കുമ്പോ വട്ടമാക്കണം. ഈ സാധനം കുറുകി വട്ടത്തിലായി വരണം കേട്ടോ. ഇത് വട്ടത്തിലായി വരുന്ന സമയം എടുക്കും. ഇനി സമയം പൊക്കോണ്ടിരിക്കുവാ. അറിയില്ല. ആ അവര് ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞു. നമുക്ക് ചീസിന് ഓ അവര് ചീസൊക്കെ എടുത്തു കഴിഞ്ഞു. സമയം പൊക്കോണ്ടിരിക്കുവാണ്. പകുതി ഓട്സ് അതിനകത്ത് തന്നെ ഇരിക്കുന്നതേ ഉള്ളൂ. അടുത്ത ബിസ്ക്കറ്റും വെച്ചു. അപ്പൊ നമുക്ക് നോക്കാം. ഡിഷ് കൊണ്ടുവന്നോളൂ. ഷെഫിനെ കയ്യിലെടുത്ത് പാചകം ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരു പരിപാടി ആദ്യമായിട്ടായിരിക്കും പ്രേക്ഷകരെല്ലാവരും കാണുന്നത്. എങ്ങനെയെങ്കിലും ഇതൊക്കെ ഈ ഷെഫ് ഉണ്ടാക്കിയത്. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇത് എന്താ ഇതിന്റെ സാധനം? എന്താ ഇത്? എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഓട്സ് പുഡിംഗ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അതെ, കൊള്ളാമോ? ഇതിൽ ഓട്സ് എവിടെ? ഇതെല്ലാം കൂടെ കമത്തിയിടേണ്ടി വരും. അടിയിൽ ഓട്സ് എനിക്ക് കിട്ടണമെങ്കിൽ ഒരു 5-6 ബിസ്ക്കറ്റും ചീസും നമ്മൾ സാൻഡ്വിച്ച് ഒക്കെ റെഡിയാക്കുന്ന പോലെ അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, കണ്ടോ? ഇത് എങ്ങനെ നമ്മൾ കഴിക്കുക? നല്ല മധുരമുണ്ട്, പക്ഷെ എനിക്ക് ഓട്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഗംഭീരം. ഈ ഷെഫിനെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എനിക്ക് സ്കൂളിൽ പോയില്ലെങ്കിലും വേണ്ടില്ല, പാചകത്തിന് പോയാൽ മതി എന്നോട് പറഞ്ഞപ്പോഴേ എനിക്ക് സന്തോഷമായി. ഓ താങ്ക് യു, സൂപ്പർ ആയിട്ടുണ്ട്. ഇത് ഓട്സ് പുഡിങ്ങും ഇത് ബിസ്ക്കറ്റ് പുഡിങ്ങും. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഓട്സിനെക്കാട്ടിലും ഇഷ്ടം ബിസ്ക്കറ്റ് ആയിരിക്കും. അവർക്ക് ഇഷ്ടമുള്ളത് അവരുണ്ടാക്കി ഇല്ലേ? ഇതിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഇത് കൊള്ളാമായിരുന്നു. കാര്യം ബിസ്ക്കറ്റ് ശരിക്കും ആ ഒരു മോസ്റ്റ് കണ്ടന്റ് വലിച്ചെടുത്തിട്ട് ശരിക്കും ഇതായിട്ട് വരും. പിന്നെ എന്താ പറഞ്ഞാൽ പിന്നെ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, ഒരു സോൾട്ടിനെസ്, ചീസിന്റെ ഒരു സോൾട്ടിനെസ് ഉണ്ട്, ബിസ്ക്കറ്റിന്റെ ഒരു ക്രഞ്ചിനെസ് ഉണ്ട്. കൊള്ളാം, ടേസ്റ്റ് കൊള്ളാം. അത് കുട്ടി ഷെഫ്മാർ. അതെ, കുക്കിംഗ് എന്ന് പറഞ്ഞൊരു കലയാണ്. തീർച്ചയായും. അപ്പൊ അത് എന്താ പറയാ, നമ്മള് ഏറ്റവും പിന്നെ എന്താ പറയാ ഹൈജീനിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മക്കൾ അറിഞ്ഞിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് നമ്മൾ അത് ആ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാനോ അതിൽ പോകാനോ അല്ല, ജസ്റ്റ് അതൊരു അറിഞ്ഞിരിക്കുന്ന നല്ല കാര്യമാണ്. കാര്യം ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്.